ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഓട്ടിസം ബാധിച്ച കുട്ടികളെ സൈക്കോളജിക്കലി എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ASD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിലും അവരുടെ സ്പീച്ചിലും അവരുടെ മറ്റ് ആക്ടിവിറ്റീസിലും എല്ലാം വ്യത്യാസങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെ നമുക്കൊരു നോർമലി അവരെ നമുക്ക് അഫോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ബിഹേവിയറിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തി കൊടുക്കാനുണ്ട്. അതിന് സൈക്കോളജിക്കലി നമുക്ക് തെറാപ്പീസ്, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അത് വളരെ സഹായകരമായി അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് റിലാക്സേഷൻ തെറാപ്പി, അതായത് ഇങ്ങനെയുള്ള കുട്ടികൾ പല കാര്യങ്ങളും റിപ്പീറ്റേറ്റീവായിട്ട് തിരിച്ചും ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവർ ഹൈ ആങ്കറിൽ നിൽക്കുന്നത് കൊണ്ടും അവർക്ക് സോഷ്യലി ഇന്ററാക്ഷനിൽ ഒരുപാട് പ്രോബ്ലങ്ങൾ വരുന്നത് കൊണ്ടും സൈക്കോളജിക്കലി അവർക്ക് തീർച്ചയായിട്ടും ഒരു കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ വേണ്ടി വരും എന്നുള്ളതാണ്. പലപ്പോഴും ഇതൊരു ന്യൂറോളജിക്കലി അല്ലെങ്കിൽ ഒരു ബ്രെയിൻ വൈസ് അല്ലെങ്കിൽ ബ്രെയിനിന്റെ വോളിയത്തിൽ വരുന്ന വ്യത്യാസം ഇങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായ ഇതിനൊരു കാരണം ചിലപ്പോൾ ജനറ്റിക്കൽ ഫാക്ടറൊക്കെ ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ റിസർച്ചുകൾ നടന്നു കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഈ കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ ഏകദേശം ഒരു നോർമൽ ലൈഫിലോട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് പല രീതിയിലുള്ള കഴിവുകൾ, അതായത് ചിലർക്ക് പാട്ടിലായിരിക്കാം, ചിലർക്ക് ഡ്രോയിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ചെസ്സിലായിരിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ അതിനൊരു ഐഡന്റിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഈ പറയുന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അതനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ വെച്ച് നമുക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ അവരുടെ പാരന്റ്സിനും, അതായത് ഒരു വീട്ടില് അച്ഛൻ, അമ്മ, മറ്റു കുടുംബാംഗങ്ങൾ, ഇവർക്കും നമ്മൾ സപ്പോർട്ടീവായിട്ട് പല കാര്യങ്ങളും നമ്മുടെ ചില ഐഡിയാസ് നമ്മൾ കൊടുത്ത് അവരെയും ഒരു ശാന്തതയിൽ വെക്കേണ്ടത് വളരെ വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഇങ്ങനെ ബാധിച്ച കുട്ടികളെ ഒരിക്കലും അവരെ എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടിലോട്ട് അവർ പോകാതെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലോട്ട് പോകുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടുകൾ, സൈക്കോളജിക്കൽ തെറാപ്പീസ് ഒക്കെ നല്ലതായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.